ഗുഹാചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെന്താണ് ഗുഹാചിത്രങ്ങൾ? അവിടെ നമുക്ക് നിങ്ങൾ പോയവർക്ക് ഗുഹയിൽ ചിത്രങ്ങൾ, പഴയ കാലത്തെ രാജാവിന്റെ വീര ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ പ്രത്യേക അക്ഷരങ്ങളിൽ എഴുതി വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു ചോദ്യം, നിങ്ങൾ ഇന്ത്യയിലെ പല ചരിത്ര സ്മാരകങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? കേട്ടിട്ടുണ്ടോ? പഠിച്ചില്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചരിത്ര സ്മാരകത്തിന് പേര് പറയാം. ഏതെങ്കിലും ഒന്ന് പറഞ്ഞു. ഏതാണ്? താജ്മഹൽ. പിന്നെ ഏതെങ്കിലുമൊക്കെ പറഞ്ഞോ? ഗജുരാഹോ കേട്ടില്ലേ? ഗജുരാഹോ, താജ്മഹൽ. പറഞ്ഞോ? കുത്തബ് മീനാർ, ചെങ്കോട്ട. എന്ത് പറഞ്ഞാലും ഇന്ത്യയിലെ ഏതൊരു പ്രമുഖമായ സ്ഥലം പറഞ്ഞാൽ അത് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള. പക്ഷെ ഇതിൽ നിന്നൊക്കെ ഈ വയനാട്ടിൽ എടക്കൽ ഗുഹയെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്നാണ് എന്റെ ചോദ്യം. ഏതാ പറഞ്ഞോ? ഇത്രയും പറഞ്ഞ നിങ്ങൾ ആ ഉത്തരത്തിലേക്ക് ഞാൻ എത്തിക്കുന്നില്ല. ഗുഹ മനുഷ്യ നിർമ്മിതമല്ല. പക്ഷെ ഗുഹയിൽ നമുക്ക് ലഭ്യമായ വസ്തുതകൾ എന്താണ്? ഗുഹ നാച്ചുറൽ കേവാണ്. എന്താണ്? അല്ല, ആദിവാസികളുടെ ചിത്രങ്ങൾ ഉണ്ട് എന്നത് മാത്രമല്ല. അതാണ്. അതായത് ഈ മനുഷ്യന്റെ ചരിത്രങ്ങൾ ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ഈ ചെങ്കോട്ടയ്ക്കും അതുപോലെ താജ്മഹലിനും ഇതൊക്കെ റീസെന്റ് ആയ ചരിത്രങ്ങളേ ഉള്ളൂ. വലിയ പഴക്കമൊന്നുമില്ല അല്ലേ? കുത്തബ് മീനാർ പണിയെടുക്കുന്നത് അതുപോലെ ഇതിനൊക്കെ കൂടിപ്പോയാൽ ഇന്ത്യയുടെ ചരിത്രങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലങ്ങൾക്ക് കുറച്ച് മുമ്പൊക്കെ ഇതിനൊക്കെ യേശുക്രിസ്തു ജനിച്ച എത്ര വർഷമാകുന്നത്? 2000 അല്ലേ? യേശുക്രിസ്തുവിന്റെ ചരിത്രം തുടങ്ങുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? AD എന്ന് പറയുന്നത് അല്ലേ? അതിനു മുമ്പുള്ള നമ്മൾ എന്താ പറയാ? BC എന്ന് പറയും. പക്ഷേ വയനാട്ടിലെ ഈ ഗുഹാചിത്രത്തിന് 5000 വർഷങ്ങൾക്ക് മേലെ പഴക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റെഡ് ഫോർട്ടിനോ താജ്മഹലിനോ ചെങ്കോട്ട പിന്നെ കുത്തബ് മീനാറിനോ ഗജുരാഹോക്കോ ഒന്നും ഉള്ളതിനേക്കാൾ എത്രയോ പഴക്കം ഏതിനുണ്ട്? വയനാട്ടിലെ എടക്കൽ ഗുഹയ്ക്ക്. അപ്പൊ അത് എത്രത്തോളം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണെന്ന് നിങ്ങൾ ആലോചിച്ചു. 5000 വർഷങ്ങൾക്ക് മേലെ ആ ഗുഹയിൽ മുമ്പുള്ള എഴുത്തുകളാണ്, ആ ഒരു ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ അത്രയും വർഷം പഴക്കമുണ്ട്. അത്രയും പഴക്കമുള്ള ഒന്നും തന്നെ ഇന്ത്യയിൽ നിന്ന് വേറെ എവിടെ നിന്നും കിട്ടുന്നില്ല. മനുഷ്യൻ താമസിച്ചതായിട്ട് അത് ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഒരു ജില്ലയിലാണ് ആര് താമസിക്കുന്നത്? നമ്മൾ താമസിക്കുന്നത്. അതിൽ തന്നെ ആ ജില്ലയിൽ തന്നെ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു പ്രദേശത്താണ് നിങ്ങൾ താമസിക്കുന്നത്. അതേതാണ്? പറഞ്ഞോ? നിങ്ങൾ കൊണ്ടെത്തിയതല്ല ഞാൻ പറയുന്നത്, ഞാനൊന്നും പറയില്ല. നിങ്ങൾ പറയുന്ന എല്ലാം കൂട്ടി കെട്ടിയാൽ ഉത്തരത്തിലെത്തിയത് ഏതാണ്? തൃശ്ശിലേരി ഒപ്പം തിരുനെല്ലിയും അല്ലേ? ഈ തൃശ്ശിലേരിയും തിരുനെല്ലിയും എന്ന് പറയുന്ന രണ്ട് പ്രദേശം, നിങ്ങൾ ഈ തൃശ്ശിലേരിയുടെ ചരിത്രത്തിലേക്ക് നിങ്ങൾ ഇറങ്ങാത്തതുകൊണ്ടാണ് എനിക്ക് NSSന്റെ യൂണിറ്റോട് പറയാനുള്ള അടുത്തൊരു പ്രവർത്തനം എന്ന് പറയുന്നത്, ഇവിടെ ഈ തൃശ്ശിലേരി അമ്പലവും തിരുനെല്ലി അമ്പലവും ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു പഴമയെ കുറിച്ച് നിങ്ങൾ എനിക്കൊന്ന് നിങ്ങൾക്കൊരു പക്ഷേ PhD ഒക്കെ എടുക്കാൻ പറ്റുന്ന അത്രയും പഴക്കമുള്ള രണ്ട് അമ്പലമാണ് ഈ തിരുനെല്ലി അമ്പലവും തൃശ്ശിലേരി അമ്പലവും. അതും കൂടി നിങ്ങൾ ഈ ഒരു NSSന്റെ അടുത്ത വർക്കിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയുന്നത്. എത്ര ലോകത്തിന്റെ എത്ര ഭാഗങ്ങളിൽ നിന്നാണ് ആളുകളിലൂടെ വരുന്നതെന്ന് ആവശ്യം. പക്ഷെ നമുക്ക് എന്തായാലും സെമിൻ സാർ നേരത്തെ പറഞ്ഞാലും മുറ്റത്തെ മുല്ലേക്ക് എന്തില്ല കാണുന്നില്ല. ഈ തൊട്ടടുത്ത അമ്പലത്തിൽ ഇവിടെ നിന്നെല്ലാ ആളുകൾ വന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതേപോലെ അമ്പലങ്ങൾ ധാരാളം കേരളത്തിലില്ലേ? പക്ഷെ ആളുകൾ എന്തുകൊണ്ടാണ് ഇത് തേടി വരുന്നത്? ഇതിന്റെ ചരിത്ര പ്രാധാന്യമാണ്. നിങ്ങൾ ഈ തിരുനെല്ലിയിലേക്ക് പോകുമ്പോൾ തിരുനെല്ലി ഒരു കാലത്ത് കേരളത്തിന്റെ ഭാഗമല്ല. ഈ തിരുനെല്ലിയും
കുട്ടവും തമ്മിൽ, കുട്ട പോയിട്ടുണ്ടാവില്ല നിങ്ങൾ? ഈ കുട്ട അതുപോലെ തിരുനെല്ലിയുടെ അങ്ങേ ഭാഗം, ഇതൊക്കെ ചരിത്രപരമായി വളരെ ലിങ്കായി കിടക്കുന്ന സ്ഥലങ്ങളാണ്. ആ കാലത്ത് തിരുനെല്ലിക്ക് കേരളവുമായി യാതൊരു ബന്ധമില്ല. ആരുമായിട്ടാണ്? കർണാടകയുമായിട്ടാണ്. കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അവിടെയുള്ള രാജാക്കന്മാർ. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, 1500 വർഷം മുമ്പ് മലയാളത്തിൽ എഴുതപ്പെട്ട സംഘകാലത്തെ കൃതികളിൽ, പാട്ട് സാഹിത്യം, പാട്ട് കൃതികളിൽ ഒക്കെയും ഏതിനെ പറയുന്നുണ്ട്? തിരുനെല്ലി അമ്പലത്തെ കുറിച്ച് പറയുന്നുണ്ട്. 1500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കൃതികൾ, ആദ്യകാലത്ത് ഉണ്ടാകുന്ന മലയാള സാഹിത്യ കൃതികളിൽ ഈ തിരുനെല്ലി അമ്പലത്തെ, അന്ന് തിരുനെല്ലി അമ്പലം എന്ന് പറയുന്നത് ഈ ദേവദാസി സമ്പ്രദായമൊക്കെ നിലനിന്ന സമയത്ത് അമ്പലത്തിന് ചുറ്റും നൃത്തം അവതരിപ്പിക്കാൻ വേണ്ടി ദേവദാസി സ്ത്രീകൾ വന്ന കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ സമയത്ത് ഇവിടുന്ന് ആക്സസ് ഒന്നുമില്ല. എവിടുന്നേ വരാൻ പറ്റുള്ളൂ? മലയിറങ്ങി എവിടുന്ന് വരണം? അങ്ങേ ഭാഗത്തുനിന്ന് വരണം. അങ്ങനെയുള്ള ഒരു പ്രദേശം പിന്നീട്, അല്ലേ? അങ്ങനെയാണല്ലോ ചരിത്രങ്ങൾ ഉണ്ടാവുന്നത്, അല്ലേ? ഈ ചരിത്രങ്ങൾ, അല്ലെങ്കിൽ ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകുമ്പോൾ പുതിയ ചരിത്രങ്ങൾ ഉണ്ടാവും. അതിന് തടസ്സമായി നിൽക്കുന്നത് എന്തായിരുന്നു? എന്തൊക്കെയായിരിക്കാം? ഇന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ ആകെയുള്ള, ഇപ്പം ഈ ഇരിക്കുന്നതിൽ നല്ലൊരു ശതമാനം കുട്ടികളുടെ മനസ്സിലുള്ള, +2-കാരുടെ മനസ്സിലുള്ള ഒരു കാര്യം എന്താ അറിയാം? എനിക്കൊന്നുകൂടി കാനഡയിലേക്ക് പോകണം, അല്ലെങ്കിൽ ന്യൂസിലാൻഡിലേക്ക് പോകണം, അല്ലെങ്കിൽ UK പോകണം, ഇല്ലേ? ഇങ്ങനെ ആഗ്രഹിക്കുന്നില്ലേ കുറേ അധികം ആളുകൾ, ഇല്ലേ? നിങ്ങൾ പലരും അങ്ങനത്തെ ആഗ്രഹമില്ലേ? അതൊരു മൈഗ്രേഷനാണ്. പണ്ട് കാലത്ത് ഈ മൈഗ്രേഷന് തടസ്സം നിന്നത് എന്താണെന്ന് അറിയുന്നത്? എന്താ? ഇന്ന് അങ്ങനെയൊന്നും തടസ്സമൊന്നുമില്ല നമ്മുടെ മുമ്പിൽ. പൈസ ഉണ്ടോ? നിങ്ങൾക്ക് ലോകത്തിന്റെ എവിടെ വേണേലും പോയി സെറ്റ് ചെയ്യാം. പണം മാത്രം. പണ്ട് അങ്ങനെയല്ല. എന്തൊക്കെയായിരുന്നു തടസ്സം നിന്ന കാര്യങ്ങൾ? ഞാൻ വേഗം അവസാനിപ്പിക്കാം. എന്തൊക്കെയാ? അല്ല, കാടും മലയും പുഴയുമാണ്. കാടും മലയും പുഴയും. ഈ പുഴയുടെ തടസ്സം എങ്ങനെയായിരിക്കും നീക്കിയിട്ടുണ്ടാകുക? പാലം കെട്ടി. വെരി ഗുഡ്. പുഴയുടെ തടസ്സം നിൽക്കുന്നത് പാലം കെട്ടി. കാടും മലയും മനുഷ്യൻ കീഴടക്കുന്നത് എങ്ങനെയാ? അല്ല, കാടിനെയും മലയെയും കീഴടക്കുന്നത് എങ്ങനെയായിരിക്കും? റോഡായിരിക്കാം. അതിന്റെ അപ്പുറത്തേക്ക് ആയുധങ്ങൾ. ഈ കാടും മലയൊക്കെ അടക്കാൻ പേടി എന്താ? മൃഗങ്ങളിലോട്ടായിരിക്കില്ലേ, അല്ലേ? ഈ എടക്കൽ കേവ്സിന്റെ ഉള്ളിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ട എന്താണ്? പുലിയെ കൊന്ന വീരൻ, അല്ലേ? അല്ലെ? പുലിയെ കൊല്ലുക, അല്ലെങ്കിൽ കടുവയെ കൊല്ലുക, സിംഹത്തിനെ കൊല്ലുക, എന്നിട്ട് അതിന്റെ ചരിത്രം അവിടെ എഴുതി വെക്കും. പണ്ടത്തെ രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട വിനോദം എന്താണ്? നായാട്ടാണ്. മൃഗങ്ങളെ കൊല്ലുക എന്നില്ല. കുറേ അധികം ആളുകൾ കൂടെ ഭക്ഷണമൊക്കെ ആയി ഇങ്ങനെ പോകും കാട്ടിനുള്ളിലേക്ക്. 2, 3, 4, 5, 6, 7 ദിവസമൊക്കെ കഴിഞ്ഞ് ഈ ആനയെയോ പുലിയെയോ അല്ലെങ്കിൽ സിംഹത്തെയൊക്കെ കൊന്നിതിന്റെ തോലും കൊണ്ടുവരിക. അതാണ് അന്നത്തെ രാജാവിന്റെ ഏറ്റവും വലിയ, പിന്നെ അയാളാണ് വീരൻ. ആ വീരൻ രേഖപ്പെടുത്തപ്പെട്ടതാണ് നമ്മുടെ എടക്കൽ ഗുഹയിലുള്ള ഒരു ചരിത്രം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഈ പുഴയും കാടും എല്ലാം തടസ്സങ്ങൾ പതുക്കെ നീങ്ങുന്നതോടുകൂടി നമ്മുടെ മൈഗ്രേഷൻ ഇങ്ങനെ ആരംഭിക്കുക. നിങ്ങളൊരു പ്രദേശത്ത് നിന്ന് 6 മാസത്തിൽ കൂടുതൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രദേശത്തെ ഒരാളായി മാറി, അല്ലേ? അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള ധാരാളം കൊടുക്കൽ വാങ്ങലുകൾ ഇങ്ങനെ കാലങ്ങളോളം നടന്നുകൊണ്ടിരിക്കും. ആ കൊടുക്കലുകളും വാങ്ങലുകളും കൃത്യമായി നടക്കുമ്പോഴാണ് ചരിത്രം രൂപപ്പെടുന്നതും ആ ചരിത്രം വിനിമയം നടത്തുകയും ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് ഒന്നുകൂടി വന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ തിരുനെല്ലിയുടെ ചരിത്രം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. തൃശ്ശിലേരിയുടെ ചരിത്രം നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതൊരു പക്ഷെ നിങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു ചരിത്ര രചനയിലേക്ക് നിങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങളെ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഒരു വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ചെറിയ മക്കളെ 1ാം ക്ലാസ് 2ാം ക്ലാസ് വരെ ഇവിടെ നിങ്ങൾക്ക് ചെറിയ പുസ്തകം സ്കൂളിൽ നിന്ന് തന്നിരുന്നോ? സ്കൂൾ സമയത്ത് കുഞ്ഞു പുസ്തകം തന്നിരുന്നോ? തന്നിട്ടുണ്ടാവുമല്ലോ സ്കൂളിൽ നിന്ന്. നമ്മൾ BRCയിൽ നിന്ന് ഒരു 82 പുസ്തകങ്ങൾ സ്കൂളിലേക്ക് കൊടുത്തിട്ട് ചെറിയ മക്കൾ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മോനെത്ര പഠിക്കുന്നേ? 3. 1 പുസ്തകം തന്നിരുന്നോ? ചെറുത് കിട്ടിയില്ല.
അത് ഒരു പക്ഷേ എണ്ണം കുറവായിരുന്നു. 82 പുസ്തകം കിട്ടിയിരുന്നു അല്ലേ? മോനിട്ട് പുസ്തകത്തിന്റെ പേരെന്താ? ഓക്കെ, ശരി, നോക്കാം. അതന്നെ കുറേ ചെറിയ ചെറിയ പുസ്തകങ്ങളാണ്. ഒരു 3-5 പേജ് 6 പേജിലുള്ള നിങ്ങളുടെ ഈ ഒരു ആക്ടിവിറ്റിക്ക് പറ്റുന്ന പുസ്തകങ്ങൾ 79 പുസ്തകങ്ങൾ നമ്മൾ സ്കൂളിൽ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ എന്തായാലും വായനയിലേക്ക്, നിങ്ങളുടെ എഴുത്തിലേക്ക്, വായനയിലൂടെയാണ് നമ്മൾ അക്ഷരങ്ങൾ ഓർക്കുക. അക്ഷരം പഠിച്ചിട്ട് നമുക്ക് വായനയിലേക്ക് പോകാൻ കഴിയില്ല. വായനയിലൂടെ പതുക്കെ പതുക്കെ വായിച്ച് നമ്മൾ അക്ഷരങ്ങൾ ഓർക്കുന്ന ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് വായനയോടുള്ള താല്പര്യം വരും, പഠിക്കാനുള്ള താല്പര്യങ്ങളൊക്കെ വരും. ഞാനൊരു ചെറിയൊരു പിന്നെ ഒരു കഥയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കഥ കേൾക്കാൻ ഇഷ്ടമുണ്ടോ എല്ലാവർക്കും? ഇഷ്ടമുണ്ടാവും? ഓക്കെ, നിങ്ങൾ കേട്ട കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എത്രയോ കാലങ്ങളോളം കേട്ട കഥകളാണ്. നിങ്ങൾ പിന്നെ കാളിദാസൻ വിക്രമാദിത്യനൊക്കെ കേട്ടിട്ടുണ്ടോ? വിക്രമാദിത്യ മഹാരാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ കാർട്ടൂണൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവല്ലോ അല്ലേ? വിക്രമാദിത്യ മഹാരാജാവ് എവിടെയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്? ഉജ്ജയിനി അല്ലേ? ഉജ്ജയിനിയിലെ മഹാരാജാവാരായിരുന്നു ആരാണ്? വിക്രമാദിത്യ. വിക്രമാദിത്യ രാജാവിന്റെ സദസ്സിൽ നവരത്നങ്ങൾ ഉണ്ടായിരുന്നു. നവരത്നങ്ങളുടെ മോതിരം കണ്ടിട്ടുണ്ടോ? എന്തൊക്കെയാ നവരത്നങ്ങൾ? ഏതൊക്കെയാ രത്നങ്ങൾ? 9 രത്നങ്ങളുടെ പേരുണ്ട്. മരതകം, വജ്രം, ഇന്ദ്രനീലം, ഗോമേതകം, പുഷ്യരാഗം എന്നൊക്കെ പറഞ്ഞ 9 രാഗങ്ങൾ. ഇതല്ല, ഇത് 9 പണ്ഡിതന്മാർ ആരുടെ സദസ്സിലുണ്ടായിരുന്നു? വിക്രമാദിത്യ മഹാരാജാവിന്റെ സദസ്സിലുണ്ടായിരുന്നു. അതിലേറ്റവും പ്രമുഖനായ, ഞാൻ ഈ കഥയിലേക്ക് ഇങ്ങനെ നിങ്ങൾ വായനയിലേക്ക് വായിക്കാൻ താല്പര്യമുള്ള കഥയിലേക്ക് കൊണ്ട്, അതിലേറ്റവും പ്രമുഖനായ ഒരു പണ്ഡിതനായിരുന്നു വരരുചി. ആരാണ്? കേട്ടിട്ടില്ല? നിങ്ങൾ ഇങ്ങനത്തെ വാക്കുകൾ ഒന്നും കേട്ടില്ല. ഞാൻ കഥ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യും. കേട്ടിട്ടുണ്ടോ? 12 മക്കളെ പെറ്റൊരമ്മേ. ആ പാട്ട് കേട്ടിട്ടുണ്ടോ? ആരുടെയാ? മധുസൂദനൻ നായർ. ആ കവിതയിലൂടെയാണ് ഈ കഥയെല്ലാം പ്രശസ്തമാകുന്നത് അല്ലെ? 12 മക്കളെ പെറ്റ ആ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. കേൾക്കില്ല കഥ എല്ലാവരും? അങ്ങനെ വരരുചി, കഥ രസമുള്ള കഥയാണ്. ഈ വരരുചി ആരുടെ കൊട്ടാരത്തിലെ നവരത്നങ്ങളിൽപ്പെട്ട ആളാണ്? വിക്രമാദിത്യന്റെ കൊട്ടാരത്തിലെ നവരത്നങ്ങളിൽ വളരെ പ്രമുഖനായ ഒരു പണ്ഡിതനാണ് ആര്? വരരുചി. ഒരു ദിവസം കാളിദാസന്റെ ഈ സദസ്സ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാളിദാസൻ ഈ പണ്ഡിതന്മാരോട് എല്ലാവരോടും കൂടി ഒരു ചോദ്യം ചോദിക്കാം. രാമായണത്തിലെ ഏറ്റവും മഹത്തായ ശ്ലോകം ഏതാണ്? രാമായണം അല്ലേ, ലക്ഷത്തിന് മേലെ ശ്ലോകങ്ങളുണ്ട് രാമായണത്തിൽ. ഏറ്റവും മികച്ച ശ്ലോകം ഏതാണെന്ന് ചോദിക്കാം. ഈ പണ്ഡിതന്മാരെല്ലാം ഇങ്ങനെ കൈയും നിർത്തി ഇരുന്നു പോയി. കാരണം ഇവർ അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നു. ധാരാളം ശ്ലോകങ്ങൾ രാമായണത്തിലുണ്ട്. എല്ലാം ഒന്നിനൊന്നും വെച്ചാണ്. ഏറ്റവും മികച്ച ശ്ലോകം ഏതാണ് എന്ന് ചോദിച്ചു. ആർക്കും ഉത്തരമില്ല. പലതും പറഞ്ഞു, ഒന്നും എവിടെ എത്തില്ല. അവസാനം കാളിദാസൻ വിക്രമാദിത്യൻ ഒരു ടൈം കൊടുത്തു. 41 ദിവസം കൊടുത്തിട്ട് വരരുചിയോട് പറഞ്ഞു, 41 ദിവസത്തിൻ്റെ ഉള്ളിൽ രാമായണത്തിലെ ഏറ്റവും മികച്ച ശ്ലോകം ഏതാണെന്ന് കണ്ടുപിടിച്ച് വരണമെന്ന് പറയുക. അങ്ങനെ വരരുചി ഇങ്ങനെ നടന്നു. എന്താ ചെയ്യാൻ? ആരോട്? ഏറ്റവും വലിയ പണ്ഡിതനാണ് വരരുചി. അപ്പൊ അതിൽ ഏറ്റവും മികച്ച ശ്ലോകം ഏതാണ് ഞാനിനെങ്ങനെ കണ്ടുപിടിക്കും? കുടുങ്ങിയില്ലേ? നിങ്ങൾ ഏറ്റവും വലിയ മികച്ച ആളാണ്. അപ്പൊ നിങ്ങളോടൊരു ചോദ്യം ഞാൻ ചോദിക്കാം. നിങ്ങൾക്ക് ഉത്തരവാദിത്വം നിങ്ങൾ ഞാനോട് ചോദിക്കാം. ഇപ്പൊ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട് അല്ലേ? ഏതാ? ChatGPT ഉണ്ട്. ഗൂഗിളിനോട് ചോദിച്ചാലൊക്കെ ഉത്തരം കിട്ടണം. പക്ഷെ അന്നേരം ഗൂഗിൾ ഉണ്ടോ വരരുചിയുടെ കാലത്ത്? ഇല്ല. അപ്പൊ വരരുചി ഇങ്ങനെ നടന്ന് രാത്രിയായി. രാത്രി കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ഉറങ്ങാൻ കഴിയും. നോക്കും, ഈ മരം ആ വനദേവതമാരുടെ ആവാസ കേന്ദ്രമായിരുന്നു ഈ മരം. അങ്ങനെ വനദേവതമാർ ഈ മരത്തിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ അതൊരു ബ്രാഹ്മണൻ വന്നിങ്ങനെ കിടക്കുക. അവർക്ക് ഇയാളെ അറിയാം. അങ്ങനെ അതിലെ കുറച്ച് വനദേവതമാർ
മറ്റുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പൊ തൊട്ടടുത്ത് ഒരു പെൺകുട്ടി പ്രസവിക്കുന്നുണ്ട്, അവളുടെ കുട്ടിയെ ഞങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വനദേവതമാർ അവിടുന്ന് പോവുകയും ബാക്കിയുള്ളവർ അവിടെ ഇങ്ങനെ വിശ്രമിക്കുകയും ഇയാളുടെ വിശ്രമത്തിന് മേലെ ഇങ്ങനെ നോക്കിക്കാണും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിലൊരു വനദേവത ഈ പ്രസവമൊക്കെ കഴിഞ്ഞ് ഇവർ തിരിച്ചു വന്നിട്ട് ഇവിടുന്ന് പറയാം, എന്താ പറഞ്ഞതെന്നറിയോ? രാമായണത്തിലെ ഏറ്റവും വലിയ ശ്ലോകം മാം വിദ്ധി രാമ ദശരഥാം വിദ്ധി, അതായത് രാമൻ ദശരഥന് തുല്യമാണ്. രാമന്റെ ഭാര്യ ആരാണ്? സീത അമ്മയ്ക്ക് തുല്യമാണ്. അയോധ്യ കാടിന് തുല്യമാണ്, കാട് അയോധ്യക്ക് തുല്യമാണ് എന്ന് പറയുന്ന ഏറ്റവും മികച്ച ശ്ലോകം പോലും അറിയാത്ത ഒരാളാണ് താഴെ വന്ന് കിടക്കുന്നത് എന്ന് പറയാം. അപ്പം ആർക്ക് സന്തോഷമായി? വരരുചിക്ക് സന്തോഷമായി. രാമായണത്തിൽ ഏറ്റവും വലിയ ശ്ലോകം കിട്ടിയില്ലേ? കിട്ടി. ഏറ്റവും വലിയ ശ്ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരി ഇതാണ്. എന്താണ്? സീത ആർക്ക് തുല്യമാണ്? അമ്മയ്ക്ക് തുല്യമാണ്. ഇത് കിട്ടിയപ്പോൾ വരരുചിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ അതിന്റെ അവസാനം ഈ ഒരു വാക്യം കൂടി പറയുന്നുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? ഇപ്പോൾ ഇവിടെ ഇവര് പ്രസവിച്ച കുട്ടീനെ കാണാൻ പോയില്ലേ, അത് തൊട്ടടുത്ത ഒരു പറയക്കുടിലെ ഒരു പെൺകുട്ടിയാണ് അവിടെ പ്രസവിച്ചിരിക്കുന്നത്. ആ പ്രസവിച്ച പെൺകുട്ടിയെ കെട്ടാൻ പോകുന്ന ആളാണ് ഈ കിടക്കുന്നത് എന്നും കൂടി ആര് പറഞ്ഞു? ഈ വനദേവതമാർ പറഞ്ഞു. അപ്പോൾ ഒരു ഭാഗത്തൊരു സന്തോഷം കിട്ടി, മറ്റേ ഭാഗത്ത് എന്തായി? അതിനേക്കാൾ വലിയ ദുഃഖമായി. എന്താണ്? രാജാവിന്റെ മുന്നിൽ പോയി എനിക്ക് പറയാം, ഞാൻ ഉത്തരം കണ്ടെത്തി, പക്ഷേ അതിനേക്കാളും വലുതാണ് പറയുടെ പെൺകുട്ടിയാണ് ഞാൻ കല്യാണം കഴിക്കേണ്ടത് എന്ന് അയാളുടെ തിരിച്ചറിവും കൂടിയാണ്. അങ്ങനെ രാജാവിന്റെ കൊട്ടാരത്തിൽ പോകുന്നു. രാജാവിനോട് ഏറ്റവും മികച്ച ശ്ലോകം ഏതാണെന്ന് പറയുന്നു. വളരെ സന്തോഷപൂർവ്വം രാജാവ് അത് സ്വീകരിക്കുന്നു. അതിന്റെ കൂടെ തന്നെ വരരുചി ഒരു കാര്യം കൂടി രാജാവിനോട് പറയുകയാണ്, ഇതാ ഈ പറയുടെ കുലത്തിൽ ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട്, അവളെ ഉടനെ കൊല്ലണം എന്ന് പറയാം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവളെ കൊന്നു കളയുന്നത്. രാജാവ് പറഞ്ഞു, ഓക്കെ നമുക്ക് കൊല്ലാം. അങ്ങനെ ഈ പെൺകുട്ടിയുടെ തലയിൽ തീപ്പന്തം തറച്ച് വാഴ കൊണ്ടുണ്ടാക്കിയ ഒരു തോണിയിൽ, ഒരു വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ തോണിയിൽ ഈ കുട്ടി ഇവർ ഒഴുക്കി വിട്ടു. കഥ അവിടെ അവസാനിച്ചു. പക്ഷേ വരരുചിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ചിന്ത അയാളുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ വരരുചി എന്ത് ചെയ്യുന്നു? ഈ വിക്രമാദിത്യന്റെ കൊട്ടാരത്തിൽ നിന്ന് ഉപേക്ഷിച്ച് നേരെ ഉജ്ജയിനിയിൽ നിന്ന്, ഉജ്ജയിനി ഏത് ഭാഗത്താണ്? ഇന്ത്യയുടെ അങ്ങ് മേലേ ഭാഗത്താണ്. നേരെ എങ്ങോട്ടേക്ക് നടക്കുന്നു? തെക്കോട്ടേക്ക് വരുന്നു. ഇന്ത്യയുടെ തെക്ക് ഭാഗം എവിടെയാ? കേരളം. അങ്ങനെ കേരളത്തിലേക്ക് വരിക. അങ്ങനെ കേരളത്തിലേക്ക് വരുന്ന വരരുചി നടന്നു വരികയാണ്. അതായത് യാത്രയിൽ മുഴുവൻ നടന്നിട്ടുള്ള യാത്രയാണല്ലോ. നടന്നു വരുന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ താമസിക്കും. ബ്രാഹ്മണന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു വലിയൊരു ബ്രാഹ്മണൻ താമസിക്കാൻ വന്നപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ ഈ ഒരു കണ്ടീഷൻ വെച്ചു വരരുചി. എന്താ അറിയോ? ഞാൻ നിങ്ങളുടെ വീട്ടിൽ താമസിക്കാം, പക്ഷേ എന്ത് വേണം? കഥ നിങ്ങൾക്കറിയോ? എന്തായിരുന്നു? കഥ അറിയുന്ന പോലെ എനിക്ക് തിന്നാൻ എന്ത് വേണം? ഭക്ഷണം കഴിക്കാൻ എനിക്ക് 105 കറികൾ വേണം. ഭക്ഷണം കഴിഞ്ഞിട്ട് എനിക്ക് തിന്നാൻ 3 ആള് വേണം. അത് കഴിഞ്ഞിട്ട് എന്നെ ചുമന്നു കൊണ്ടുപോകാൻ എത്ര ആള് വേണം? 4 ആള് വേണം എന്ന് പറയും. ഇനിയില്ലേ, ഈ രാത്രി ഒരാൾ വന്നിട്ട് പറയാണ്, എനിക്ക് ഭക്ഷണത്തിന് 105 കറി, 108 കറി വേണം. 108 ഇഞ്ചി പറഞ്ഞുതരാം. പിന്നെ പറയാം, ഇത് ഐതിഹ്യമാണല്ലോ, അതിൽ നമ്പറിന് വലിയ പ്രാധാന്യം ഇല്ല. എന്തായാലും 108 എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇല്ല, നമുക്ക് ശങ്കർ മാഷോട് ചോദിക്കാം അത്ര. അപ്പം പിന്നെ അങ്ങനെ അപ്പോൾ ഈ ബ്രാഹ്മണനോട് പറയുമ്പോൾ അയാൾക്ക് ആകെ പേടിയായി. കാരണം ഒരു വീട്ടിലൊരു ബ്രാഹ്മണൻ കയറി വന്നാൽ ആ ബ്രാഹ്മണന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഇത് കേട്ട ഉടനെ വീട്ടുകാരന് ഭയങ്കര പേടിയായി. അപ്പം വീട്ടുകാരന് ഉള്ളിലേക്ക് മകള് വിളിച്ചിട്ട് മകള് പറഞ്ഞു, അച്ഛ ഇങ്ങോട്ട് വന്നു. അപ്പം വാതിലിന്റെ പുറകിലിരുന്ന് മകൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക.
അങ്ങനെ അച്ഛൻ ഉള്ളിലേക്ക് വിളിച്ചിട്ട് ഇവള് പറഞ്ഞു, അച്ഛൻ അത് സമ്മതിച്ചോ, അത് ഞാൻ ശരിയായി കൊള്ളാം. അങ്ങനെ അച്ഛൻ ഇത് സമ്മതിച്ചു. അതിന്റെ ഇടയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട്. മൂന്നെണ്ണേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന 3 കാര്യങ്ങളെ ഞാൻ പറയുന്നു. പിന്നെ വീരാളിപ്പട്ടി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടി ഈ വരരുചി കുളിച്ച് വരുമ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞ എല്ലാം തയ്യാറാക്കി. 108 കറികൾ കൊണ്ടുള്ള ഭക്ഷണം എന്തായിരുന്നത്? ഇഞ്ചിത്തൈരാണ്. ഇഞ്ചിത്തൈര് എന്തിനു തുല്യമാണ്? 108 കറിക്ക് തുല്യമാണ് എന്നാണ് വിശ്വാസം. ഭക്ഷണം കഴിഞ്ഞിട്ട് 3 ആളെ തിന്നണം എന്ന് പറഞ്ഞത് എന്തായിരുന്നു? വെറ്റില, അടയ്ക്ക, ചുണ്ണാമ്പ്. പുകയിലില്ല കേട്ടോ, വെറ്റിലയും അടക്കയും ചുണ്ണാമ്പുമാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഭക്ഷണം കഴിഞ്ഞ് എന്നെ ചുമക്കാൻ എത്ര ആള് വേണം? 4 ആള് വേണം. അതാരായിരിക്കും? ഞാൻ പറയില്ല അതാരായിരിക്കും? എന്നെ ചുമക്കാൻ 4 ആള്. ചുമക്കാന്ന് പറയുന്നത് എന്നെ എടുക്കാൻ അല്ലെങ്കിൽ പൊക്കാൻ 4 ആള് വേണം. അതാരായിരിക്കും? കട്ടിലിന് എത്ര കാല? സംഭവം വരിക. അപ്പൊ ഒരു കട്ടിലിന്റെ മേലെ കിടന്നാൽ എന്നെ എത്ര ആള് പൊക്കി? 4 ആള്. അങ്ങനെ ഈ ബ്രാഹ്മണന്റെ ആവശ്യം ആ കുട്ടി അവിടെ നിർവഹിച്ചു കൊടുക്കുക. നിർവഹിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ വരരുചിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ബ്രാഹ്മണനോട് ചോദിച്ചു, നിങ്ങളെ മകളെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുക. വളരെ സന്തോഷത്തോടുകൂടി കല്യാണം കഴിച്ചു. ഇങ്ങനെ യാത്രയ്ക്ക് വന്നതാണല്ലോ, കേരളത്തിലേക്ക് വന്നതാണല്ലോ. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ നെറ്റിയിലൊരു വലിയ മുറിവിൻ്റെ ഒരു പാടുണ്ട്. അപ്പൊ വരരുചി ഇവളോട് ചോദിച്ചു, പഞ്ചമി എന്നാണ് കുട്ടിയുടെ പേര്. പഞ്ചമിയോട് ചോദിച്ചു, അല്ല നിന്റെ നെറ്റിയിൽ എന്തൊരു വലിയ മുറിവ് കാണുന്നു ചോദിച്ചു. അപ്പോൾ പഞ്ചമി ഇവളുടെ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുക. എന്തായിരുന്നു കഥ? പണ്ട് ആരായിരുന്നു? വിക്രമാദിത്യന്റെ കൊട്ടാരത്തിൽ നിന്ന് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയ ആൾക്ക് കുട്ടിയോട് ദയ തോന്നിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പുഴയിൽ ഒഴുക്കി വിടുകയാണ്. ഈ വാഴപ്പിണ്ടി കൊണ്ടുള്ള തോണിയിൽ ഒഴുക്കി വിടുക. അങ്ങനെ ആ കുട്ടി, ഒഴുകിപ്പോയ കുട്ടിയെ ആർക്ക് കിട്ടുന്നു? ഈ ബ്രാഹ്മണന് കിട്ടി. അയാൾ ആ കുട്ടിയെ വളർത്തുകയും ചെയ്യുക. കഥ പറഞ്ഞോടുകൂടി വരരുചിക്ക് പിന്നെയും പോയില്ലേ എന്നൊന്ന് ആലോചിച്ചോക്ക് അല്ലേ? ഒരാൾക്ക് വിധിച്ചത് കിട്ടുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണത്. അങ്ങനെ ഈ കുട്ടിയെ കല്യാണം കഴിച്ചു. ഇവരുടെ യാത്രയാണ്. ഒരറ്റത്തുനിന്ന് അങ്ങേയറ്റം, കേരളത്തിന്റെ ഒരറ്റത്തുനിന്ന് മറ്റൊരറ്റത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്യും. അങ്ങനെ ഈ പെൺകുട്ടി ഗർഭിണിയാവുന്നു. ആദ്യത്തെ കുട്ടിയെ അവൾ പ്രസവിക്കുന്നു. പ്രസവിച്ച സമയത്ത് ഇവർ യാത്രയിലാണല്ലോ. അപ്പൊ കുട്ടിയെ വളർത്താനും കൊണ്ടുപോകാനൊന്നും വരരുചി തയ്യാറല്ല. അങ്ങനെ ആദ്യത്തെ കുട്ടി പ്രസവിച്ചിട്ട് കുട്ടിയെ കാണാൻ പോലും വരരുചി തയ്യാറാവുന്നില്ല. ഒറ്റ ചോദ്യമേ പഞ്ചമിയോട് ചോദിക്കുന്നുള്ളൂ. എന്താ ചോദിച്ചേ? കുട്ടിക്ക് വായയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു കുട്ടിക്ക് വായുണ്ട്. എന്നാൽ കുട്ടിയെ നീ അവിടെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് ഭയങ്കര സങ്കടം. പ്രസവിച്ച കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് വരരുചി സമ്മതിച്ചില്ല. പ്രസവിച്ച കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവരടുത്ത യാത്ര തുടങ്ങും. അങ്ങനെ കേരളത്തിന്റെ ഒരറ്റത്തു നിന്നും മറ്റൊരറ്റത്തേക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവർക്ക് എത്ര കുട്ടികളുണ്ടായി? 12 കുട്ടികളുണ്ടായി. ഈ 12 കുട്ടികളെ ഇവർ ഉപേക്ഷിച്ച് പോവുകയാണ്. ഓരോരുത്തരെയും എവിടെയാണോ ഉപേക്ഷിക്കുന്നത് അവരെ കുട്ടിയെടുത്ത് വളർത്തുകയാണ്. 12 പേര് പറയാൻ പറ്റുമോ? പറയവറ്റ 12 മക്കളുടെ പേര് മേള ആരാണ്? പറഞ്ഞു നോക്ക്. മേളത്തോൾ അഗ്നിഹോത്രി, പാക്കനാഥ്, രജകൻ. ഒരൊറ്റ പെൺകുട്ടി ഉണ്ട്. ആരായിരുന്നു? കാരക്കലമ്മ, വായില്ലാക്കുന്നിലപ്പൻ. അപ്പം 12 പേര് നിങ്ങൾ പഠിക്കണം കേട്ടോ. നിങ്ങൾ ഇതിന്റെ ഭാഗമായി 12 പേരുടെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. നാരായണത്ത് ഭ്രാന്തൻ കേട്ടിട്ടില്ലേ? നാരായണത്ത് ഭ്രാന്തൻ, പെരുന്തച്ഛൻ സിനിമയുണ്ട്, പെരുന്തച്ഛന്റെ സിനിമയുണ്ട്. പാക്കനാർ, പാണനാർ, രജകൻ, വായില്ലാക്കുന്നിലപ്പൻ, മേളത്തൂർ അഗ്നിഹോത്രി, പിന്നെയോ ഉപ്പുകൊറ്റൻ, വടുതല നായർ. കിട്ടി. ഇനിയൊരു 3 പേരും കൂടി കണ്ടുപിടിക്കാം. ശരി, നിങ്ങൾക്ക് കിട്ടുമത്. ഈ 12 പേര് കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി
ജനിക്കുകയും അവരുടെ കുടുംബം, അവരുടെ താവഴികൾ ഇന്നും കേരളത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അവർ ഇപ്പോഴും വർഷത്തിൽ ഒരു ദിവസം കേരളത്തിൽ അവരുടെ സംഗമവും നടത്താറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇതിൽ വായില്ലാ കുന്നിൽ അപ്പനുണ്ട്. ഒരു കുട്ടിക്ക് മാത്രം എന്തില്ല, വായില്ലാതെ. അപ്പൊ വായില്ലാത്ത കുട്ടി ഉപേക്ഷിക്കില്ല. അപ്പം വരരുചി പഞ്ചമിയോട് പറഞ്ഞു, വായില്ലാത്ത കുട്ടിയെ നീ എന്ത് ചെയ്തോ, നിന്റെ കൂടെ കൂട്ടിക്കോന്ന് പറയും. അങ്ങനെ ഒരു കുട്ടിയെ മാത്രം അവർ കൊണ്ടുപോവുകയാണ്. ഇതാണ് ഈ 12 മക്കളുടെ കഥ. ഞാനിത് പറഞ്ഞു എന്തിനാണെന്നറിയാം, ഇതിലെ ഓരോ കഥയും നിങ്ങൾക്ക് എവിടെ കിട്ടും, എവിടെ ഇത് കിട്ടിയ ഈ കഥ വായിക്കണം എല്ലാവർക്കും ചെറിയൊരു തോന്നലുണ്ടാവും ഉള്ളിൽ. ഈ മേളത്തൂർ അഗ്നിഹോത്രി, നാരായണത്ത് ഭ്രാന്തൻ എങ്ങനെയായിരുന്നു? നാരായണത്ത് ഭ്രാന്തന്റെ പ്രത്യേകത ഇങ്ങനെ ഒരു കുന്നിന്റെ മുകളിലേക്ക് ഇങ്ങനെ കല്ല്, അല്ലെ, കുറെ കഥകളുണ്ട്. ഇങ്ങനെ കൊണ്ടുപോകും, എന്നിട്ട് അവിടെ നിന്ന് കല്ല് താഴേക്ക് ഉരുട്ടിയിടും, ഇതിനിങ്ങനെ പൊട്ടിച്ചിരിക്കും, അല്ലെ. പെരുന്തച്ഛന്റെ സിനിമ കണ്ടിട്ടുണ്ടാവും. പെരുന്തച്ഛൻ ഗംഭീരനാണ്, മേളത്തൂർ അഗ്നിഹോത്രി ഗംഭീരനാണ്. ഈ കഥകളൊക്കെ എതിരല്ലേ? ഐതിഹ്യമാല, അതാണ് പുസ്തകത്തിന്റെ പേര്. ഏതാണ്? ഐതിഹ്യമാല. കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിൽ ഈ കഥകളെല്ലാം ഉണ്ട്. വായിക്കില്ല എല്ലാവരും? മുഴുവൻ വായിച്ചില്ലെങ്കിലും ഓരോ കഥകളായി നിങ്ങൾക്ക് പല സമയത്തായി എടുത്ത് വായിക്കാം. അപ്പൊ ഈ കഥകളുടെ വലിയൊരു ലോകം. അപ്പൊ കഥകളാണ് നമുക്ക് ആദ്യം വായിച്ചു തുടങ്ങുന്നത്. ഒരു ഫാന്റസിയാണ് ഇതെല്ലാം. അതേപോലെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന മറ്റൊരു കഥാപുസ്തകത്തിന്റെ പേര് പറഞ്ഞേ. പറഞ്ഞോ? ഇപ്പൊ അടുത്ത് മരിച്ചു പോയത് മിഠായി പൊതി കേട്ടിട്ടുണ്ടോ? +2 അത്ര. സുമംഗല എഴുതിയ മിഠായി പൊതി. പിന്നെയോ പഞ്ചതന്ത്രം, വിഷ്ണു ശർമ്മന്റെ പഞ്ചതന്ത്രത്തിലെ കഥകളെ നമ്മൾ എന്ത് പറഞ്ഞാലും പഞ്ചതന്ത്രത്തിലെ കഥയായിരിക്കും. അതാണ് എനിക്ക് പ്രത്യേകം. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കഥയുടെ ലോകം, വായനയുടെ ലോകം, ചരിത്രത്തിന്റെ ലോകത്തിലൂടെ എല്ലാം നമുക്ക് കൃത്യമായി സഞ്ചരിക്കാൻ നമുക്ക് പറ്റും, നന്നായി വായിച്ചാൽ. അപ്പം ആ വായിക്കുന്നതിന് വേണ്ടി ചെറിയ മക്കളെ തയ്യാറാക്കാൻ നിങ്ങൾ വലിയ കുട്ടികളല്ല, അത് വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ അതിനെ കാണുന്നത്, അല്ലേ? നിങ്ങളുടെ ഈ ഒരു വലിയൊരു ഉദ്യമം നിങ്ങൾ ഏറ്റെടുക്കുക. 1000 കുട്ടികളെ വായനയുടെ ലോകത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ തയ്യാറാവുന്ന നിങ്ങളെല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയാണ്. അത്തരത്തിലൊരു നേതൃത്വം നൽകിയ തൃശ്ശിലേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA, NSS, അതുപോലെ അതിന് കൂടെ ഒപ്പം നിന്ന് സഹകരിക്കുന്ന വാക്കും, അതുപോലെ സൂര്യ സാംസ്കാരിക വേദിയും മാഷും മെമ്പറൊക്കെ വളരെ, എനിക്ക് തോന്നുന്നു ഇതൊരു പക്ഷേ കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വലിയൊരു പരിപാടിയായിട്ട് ഇത് മാറും, യാതൊരു സംശയവും. അപ്പം നിങ്ങൾ ഏറ്റെടുക്കുന്ന ഉദ്യമം, നിങ്ങൾക്ക് എന്തായാലും കുറച്ച് കുട്ടികളെ വായിപ്പിക്കുക, വായനയുടെ ലോകത്തേക്ക് കൊണ്ടുപോവുക, എങ്ങനെ വായിക്കണം, എന്ത് വായിക്കണം എന്നൊക്കെ അവർക്കും നിങ്ങളും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ മികച്ച വായനയുടെ ലോകത്തേക്ക് ഈ കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകളായി മാറാൻ ഇവിടെ എത്തിച്ചേർന്ന NSSന്റെ മുഴുവൻ കുട്ടികൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം ചെറിയ മക്കൾ വായിക്കണം കേട്ടോ. പുസ്തകങ്ങളൊക്കെ വായിച്ചാലേ നമുക്ക് വലിയ ആളുകളാവാൻ കഴിയുള്ളൂ. വായനയില്ലാതെ ഈ ഫോണിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒതുങ്ങിയാൽ നമ്മുടെ ജീവിതം ഇതിനുള്ളിൽ ഇങ്ങനെ തളച്ചിട്ട് പോകും. അത് പോരാ, വായിക്കണം കേട്ടോ. അപ്പം എല്ലാവരും വായിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അക്ഷരത്തെളിമ എന്ന് പറയുന്ന ഈ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.